കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുന്ന് ദാനമായി നൽകിയ ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള സർവശക്തനായ കർത്താവിന് വാഴ്ത്തുകൾ അർപ്പിക്കാം. യേശു വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ വിശ്വസ്തനാണ്. പലരും അവിശ്വസ്തരായി തീർന്നപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമുണ്ടായിട്ടില്ല. സ്തോത്രം. വിശ്വസ്തനായി നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് മാറാതെ എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത്. വാക്ക് പറഞ്ഞ പലരും വാക്ക് മാറ്റിയപ്പോഴും മാറാത്തവനും മറക്കാത്തവനും കൂടെ ഇരിക്കുന്നവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽ അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറയുവാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം, ബലപ്പെടുത്തുന്ന ശബ്ദം, ശക്തീകരിക്കുന്ന ശബ്ദം, താങ്ങുന്ന ശബ്ദം ഇന്ന് പകലും നമ്മളെ കേൾപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ നടത്തുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങൾ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി, സൗഖ്യത്തിനായി, പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഇന്നയോളം കരം പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നമുക്കവിടത്തേക്ക് വാഴ്ത്തലുകൾ അർപ്പിക്കാം. ദാവീദ് പറയുന്നത് പോലെ നമുക്കും പറയാൻ കഴിയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എല്ലാ കാലത്തും ഈ ദൈവത്തെ വാഴ്ത്തുവാൻ, അവിടുത്തെ സ്തുതിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ കർത്താവിനെ ആരാധിക്കുവാൻ, അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുവാൻ ഇന്ന് പകലും തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്ന, എളിയവരെയും ദരിദ്രരെയും വിടുവിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയാണ്. ന്യായം ലഭിക്കാതെ, നീതി ലഭിക്കാതെ വേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തി, വ്യവഹാരം നടത്തി നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ വ്യവഹാരത്തെ നടത്തുവാൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്ന് തിരിച്ചറിയാൻ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. കൈവിടത്തില്ല കേട്ടോ, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ഉറപ്പാണ്. സഹായിക്കും എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാത്രമേ സഹായിക്കത്തുള്ളൂ. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാത്രമേ കൂടെ ഇരിക്കത്തുള്ളൂ. അവിടുത്തേക്ക് പറ്റുകയുള്ളൂ കേട്ടോ. ബാക്കി മനുഷ്യരൊക്കെ പകുതി വഴിക്ക് മാറുമ്പോൾ, അസ്തമിക്കുമ്പോൾ, അവർ നമ്മെ വിടക്കുന്നുണ്ടുമ്പോൾ അവസാനം വരെ കൂടെ ഇരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു. ആ ഒരു ഉറപ്പ് ഇന്ന് പകലിലും നമ്മുടെ അകത്ത് ഉണ്ടാകട്ടെ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ
ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയുടെയും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തപ്പെടുകയാണ്. കുഷ്ഠരോഗികളായ 10 പേർ എൻ്റെ യേശുവിനെതിരെ വരിക. ഇതിനു മുമ്പ് പലരും ഈ കുഷ്ഠരോഗികൾക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുഷ്ഠരോഗികൾക്കൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. തകർക്കപ്പെട്ട ശരീരങ്ങൾ, മാനസിക നില തകർക്കപ്പെട്ടു. എങ്ങും പ്രത്യക്ഷപ്പെടാൻ ഇവർക്ക് കഴിയില്ല. എല്ലാ സൗഹാർദ്ദങ്ങളും അസ്തമിക്കുകയാണ്. എല്ലാവരും മാറ്റി നിർത്തപ്പെടുകയാണ്. എല്ലാവരും ഇവരെ അംഗീകരിക്കാതിരിക്കുകയാണ്. പക്ഷെ അവിടെ തൻ്റെ ജനത്തെ അംഗീകരിക്കുന്ന, തൻ്റെ സൃഷ്ടിയെ അറിയുന്ന, അവരുടെ വേദന കാണുന്ന, അവരുടെ സങ്കടം അറിയുന്ന ഒരു ദൈവം ഈ പകലിലും നമുക്ക് വേണ്ടി എതിരെ വരുന്നുണ്ട് കേട്ടോ. ആശയറ്റ, പ്രതീക്ഷയറ്റ, പ്രത്യാശയ്ക്ക് ഭംഗം വന്ന നിങ്ങളുടെ വിഷയത്തിൻ്റെ എതിരെ ഒരുവൻ വരുന്നുണ്ട്. അവൻ്റെ പേര് നസറനായ യേശു. അവൻ്റെ പേര് മരണത്തെ ജയിച്ചവൻ. അവൻ്റെ പേര് പാതാളത്തെ ജയിച്ചവൻ. അവൻ്റെ പേര് രാജാതി രാജാവ്, കർത്താതി കർത്താവ്. യേശു എതിരെ വന്നാൽ, യേശു കണ്ടാൽ, യേശു അറിഞ്ഞാൽ, ലോകം തള്ളുന്നത്, ലോകം മാറ്റി നിർത്തുന്നത്, ലോകം നോ എന്ന് പറയുന്നത്, ഈ പകലിലും പരിശുദ്ധാത്മാവിന് അതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ, നിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താൻ, നിന്നെ താങ്ങാൻ, നിന്നെ കരുതാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ ഇരിക്കുന്ന ഇടത്തേക്ക് നിനക്കെതിരെ ഒരുവൻ വരുന്നുണ്ട്. നിന്റെ സങ്കടം അറിയുന്ന, നിന്റെ മനസ്സിൻ്റെ നില അറിയുന്ന, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നിന്റെ വിഷയത്തെ ടച്ച് ചെയ്യാൻ കഴിവുള്ള, സൗഖ്യമാക്കാൻ കഴിവുള്ള, വിടുവിക്കാൻ കഴിവുള്ള, ബലം കൽപ്പിക്കാൻ കഴിവുള്ള ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കട്ടെ. സ്തോത്രം. അവർ പറയുകയാണ്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നായക, നയിക്കുന്നവനെ, ഞങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവനെ, ഞങ്ങളെ ശക്തീകരിക്കുന്നവനെ, ഞങ്ങളെ ഉദ്ധരിക്കുന്നവനെ, ഞങ്ങളെ പണിയുന്നവനെ, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. പ്രിയ സഹോദരങ്ങളെ, ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കരുണ കാണിക്കണമെന്ന് പറയുന്ന തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്ന, മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാർവോടണയ്ക്കുന്ന, സൗഖ്യം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തിലും മൈൻഡിലും നീ തന്നെ ചിന്തിച്ച് സമയങ്ങൾ കളഞ്ഞെങ്കിൽ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. 9 വിധവയുടെ സങ്കടമറിഞ്ഞ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. ആ ദൈവശക്തി ചിലതിനെ ഉയർപ്പിക്കാൻ പോകുകയാണ്. ഇപ്പുറത്ത് പാളയത്തിന് പുറത്ത് 9 വിധവയുടെ മകൻ്റെ ശരീരം കുഴിച്ചിടാൻ പോകുകയാണ്. ചലനമറ്റ ശരീരം, പക്ഷേ ഒരുവൻ എതിരെ വന്നിട്ടുണ്ട്. ജീവിപ്പിക്കുന്നവൻ, സൗഖ്യം നൽകുന്നവൻ, ബലം കൽപ്പിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ പേര് നസറനായ യേശു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. അങ്ങനെ അവർ പോകയിൽ സൗഖ്യമായി. പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു അവരോട് പറയുക, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കണം. ഇവർ പോകാൻ തയ്യാറായപ്പോൾ സൗഖ്യമായി.
അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ നടക്കാൻ തയ്യാറാകൂ, വിശ്വാസത്തോടെ പോകാൻ തയ്യാറാകൂ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ തയ്യാറാകൂ. വിശ്വാസത്തോടെ നടക്കുന്നവർ ഈ പകൽ വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. അവരുടെ മേൽ ബലം വ്യാപരിക്കാൻ പോകുകയാണ്. അവരുടെ മേൽ അമിത ബലം വ്യാപരിക്കാൻ പോകുകയാണ്. രോഗികൾ സൗഖ്യമാകാൻ പോകുകയാണ്. ചലനമറ്റ നിങ്ങളുടെ വിഷയങ്ങൾ, ലോകത്തിൻ്റെ മുമ്പിൽ അപമാനമായ വിഷയങ്ങൾ, സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത സബ്ജക്റ്റുകൾ ഈ പകൽ അറിയുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് നസറേനായ യേശു. അവൻ്റെ പേര് സർവശക്തൻ, അവൻ്റെ പേര് ഉന്നതൻ, അവൻ്റെ പേര് ഉയർന്നിരിക്കുന്നവൻ. സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകൂ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പകൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ഹൃദയ വിചാരങ്ങൾ തലമുറയായിരിക്കുന്നു. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവൻ, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, തകർന്നിരിക്കുന്നവരെ പണിയുന്നവൻ, മനം തകർന്നവർ മുറിവുകളെ കിട്ടുന്നവൻ, ആശയറ്റവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകി അവരെ ആത്മാവിൽ പണിയാൻ കഴിവുള്ളവൻ. ഇന്ന് പകലിലും ഞങ്ങളുടെ മധ്യ ഉലാവുന്നതിനായി സ്തോത്രം. അവിടുത്തെ ശക്തിക്കായി സ്തോത്രം, അവിടുത്തെ ബലത്തിനായി സ്തോത്രം, അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽ വിശ്വസിക്കൂ, ദൈവത്തിന് മഹത്വം കരേറ്റൂ, ദൈവത്തെ സ്തുതിക്കൂ. അവിടുത്തെ ശക്തിയും ബലവും മഹത്വവും നമുക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.